നമ്മൾ ഇന്നിവിടെ വറുത്ത പൊടിയിലൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഉഴുന്നും ഉലുവയും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം കുറച്ച് ചോറും കൂടി ചേർത്ത് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കുക. ചോറ് ഞാനിപ്പോൾ രണ്ടാമത് മിക്സിയുടെ ജാറ് ചെറുതിലേക്കാണ് ഞാൻ മാറ്റിയത്. മറ്റേത് അരക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ ചെറിയ ജാറിലേക്ക് മാറ്റി. ഇനി നമ്മൾ ഈ മാവിലേക്ക് വറുത്ത പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത പൊടി ചേർത്ത് തലേദിവസം രാത്രിയിൽ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. രാത്രി ഒരു നൈറ്റ് ഇരുന്നതിന് ശേഷം രാവിലെ ഇത് നന്നായി പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അതിലേക്ക് രാവിലെ ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കാൻ നേരമാകുമ്പോൾ ആ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. തലേദിവസം അരക്കുമ്പോൾ ഉപ്പ് ചേർക്കണില്ല. അപ്പം നമ്മൾ രാവിലെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ തേങ്ങ ചമ്മന്തിയാണ് ഇതിനോടുകൂടി കൂട്ടാനെടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചമ്മന്തി അരക്കാനായിട്ട് തേങ്ങ, പച്ചമുളക്, വേപ്പില, കുറച്ച് ഉപ്പ്. ഇത് പച്ചനെ അരച്ചിട്ട് താളിക്കണമൊന്നുമില്ല. അതേ ചമ്മന്തി ഇങ്ങനെ തന്നെ എടുക്കുന്നത്. നെയ് റോസ്റ്റിനോടുകൂടി കഴിക്കാൻ ഇപ്പം നമുക്ക് മസാലക്കറിയോ അല്ലെങ്കിൽ സാമ്പാർ അങ്ങനെ ഒന്നും വേണ്ട. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഈ നെയ് റോസ്റ്റിനോടൊപ്പം കഴിക്കാനായിട്ട് നല്ലതാണ്. ഇതിപ്പോൾ രാവിലെ നമുക്ക് രാത്രി ഇങ്ങനെ അരിയൊന്നും അരക്കാണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ എളുപ്പമാണ്. നമുക്ക് നല്ല ദോശയായിട്ടും കിട്ടുന്നുണ്ട്. നല്ല ക്രിസ്പിയായിട്ട് നല്ല മുരുമുരാന്നിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മസാല ദോശയില്ലേ, അതിൻ്റെ പോലെ നല്ല മുരുമുരാന്ന് കിട്ടുന്നുണ്ട്. പച്ച അരി അരച്ച് വെച്ചാൽ ഇത്രയും നന്നായി കിട്ടാറില്ല. എനിക്കിതാ നന്നായിട്ട് തോന്നണം. ഈ ചമ്മന്തി അതിന് നല്ലൊരു അതിന് കോമ്പിനേഷനാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. രാവിലെ ഇത് നല്ല എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാനും ജോലിക്ക് പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ദോശയാണ്. അരി ഇനിയിപ്പോൾ വെള്ളത്തിലിട്ടില്ല, അരി ഇട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത്രയും നന്നായിട്ട് കിട്ടണില്ല. ഇത് നല്ല ഇതെന്നാലും വേണ്ട, നല്ല നൈസായിട്ട് കിട്ടിയാണ്. റേഷൻ അരിയൊക്കെ പുട്ടുണ്ടാക്കാനൊക്കെ നല്ലതല്ലല്ലോ, കല്ലുപോലെ ഇരിക്കും.